ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പം എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാലഞ്ചിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് അറിയട്ടെ. ഫസ്റ്റ് വൺ നമ്മുടെ പൊന്നൂസ്, സെക്കൻഡ് വൺ നമ്മുടെ മനൂസ്, ആൻഡ് തേർഡ് വൺ മോനൂസ്. ആൻഡ് നമുക്കൊരു ജഡ്ജ് വേണ്ടേ, നമ്മുടെ ജഡ്ജാണ് ഹരിയേട്ടൻ. ഓക്കെ, അപ്പം മനു മോനു പൊന്നി ചാലഞ്ചിന് റെഡിയാണോ? ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത് കയ്പ്പയ്ക്ക ജ്യൂസ്. കയ്പ്പയ്ക്ക ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു റിയാക്ഷനും ഇല്ലാതെ കുടിച്ച് തീർക്കുക. ഓക്കെ, ആദ്യം ആരാണോ ഒരു റിയാക്ഷനും ഇല്ലാതെ കുടിക്കുന്നത് അയാളാണ് നമ്മുടെ ചാലഞ്ചിൽ വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ പൊന്നൂസുട്ടി പറയൂ, എന്താണ്, കയ്പ്പയ്ക്ക ഇഷ്ടമാണോ? ഇതിനു മുമ്പ് കയ്പ്പയ്ക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഈ ചാലഞ്ചിൽ വിൻ ചെയ്യാൻ സാധിക്കുമോ? എന്താണ് പറയൂ. കയ്പ്പയ്ക്ക ഇതിനു മുമ്പേ കുറേ പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല കോൺഫിഡൻസ്, ഞാൻ തന്നെ ഇതിന് വിന്നറാവും. ഓക്കെ, ആയിക്കോട്ടെ, ശരി. എന്നാൽ മണിക്കുട്ടി പറയൂ, മണിക്കുട്ടി ഇതിനു മുമ്പ് കയ്പ്പയ്ക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? കയ്പ്പയ്ക്ക ഇഷ്ടമാണോ? കറി കഴിക്കാറുണ്ടോ? ഉപ്പേരി കഴിക്കാറുണ്ടോ? ഇതിൽ വിൻ ചെയ്യാൻ പറ്റുമോ? എന്താ പറയൂ. ഇഷ്ടമാണ്, ജയിക്കുന്ന ഉറപ്പാണ്. ഇഷ്ടമാണ്, ഈ ഉപ്പേരിയും കറിയൊക്കെ നല്ല ഇഷ്ടമാണ്. ഉറപ്പായി ഞാൻ ജയിക്കും, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ കോൺഫിഡൻസ് ആണ്. അയ്യോ, പറയൂ പറയൂ, കയ്പ്പയ്ക്ക കഴിച്ചിട്ടുണ്ടോ? ഇഷ്ടമാണോ? കഴിച്ചിട്ടുണ്ട്, കയപ്പൊക്കെ ഉണ്ട്, പക്ഷെ ജയിക്കും. കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഉപ്പേരിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ ശ്രമിക്കാം ജയിക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി, 1 2 3. നമ്മുടെ അച്ഛത ടൈമർ വെച്ചിട്ടുണ്ട്. പറ്റില്ല. എന്താണ് മനുമോനെ നിർത്തിയോ? പറ്റുന്നില്ല, എന്തു പറ്റി? എന്തു പറ്റി? മനുമോനി എവിടേക്ക് ഓടിയത് കയറിയിട്ടാ? എന്തു പറ്റി? വരൂ 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 വരൂ, ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. എന്താണ്? അപ്പൊ ഫുൾ കോൺഫിഡൻസ് ആണ്, കുടിക്കും, വിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി? അപ്പൊ എന്തായാലും 3 പേരുടെ ഗ്ലാസ് കൂടെ വെക്കൂ. പൊന്നു, മനു, മോനു, 3 പേരുടെ ഗ്ലാസ്സും വെക്കൂ അറിയട്ടാ. യെസ്, അപ്പോൾ നമ്മുടെ പൊന്നു സദാ ഒന്നുകൂടെ അടുത്തേക്ക് വെക്കൂ. അപ്പോൾ നമ്മുടെ പൊന്നൂസിൻ്റെ ഗ്ലാസ്സാണ് ഇത്. ഇത് മനൂസിൻ്റെ, ഇത് മോനൂസിൻ്റെ. എന്തായാലും ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത് പൊന്നൂസ് പറഞ്ഞതുപോലെ തന്നെ പൊന്നൂസ് വിൻ ചെയ്തിട്ടുണ്ട്. പൊന്നൂസ് പറഞ്ഞ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ എന്താ പറയുക, നമ്മുടെ കയ്പ്പയ്ക്ക ജ്യൂസ് ഏകദേശം ഫുള്ള് കുടിച്ച് തീർത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മോകുട്ട കുടിക്കുന്നൊക്കെ? പക്ഷെ കണ്ടപ്പോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു, പക്ഷെ കുടിച്ചപ്പോഴാണ് ഒരു കയപ്പും ഇതൊക്കെ തോന്നിയാണ് വഹിച്ചത്. അപ്പൊ തന്നെ വളച്ചു. ആദ്യമായിട്ടാണ് കുടിക്കണത് അല്ലേ? മണിക്കുട്ടിക്കോ? എനിക്ക് കുടിച്ച് പകുതി ഇപ്പോഴേക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരുമ്പോൾ തോന്നി, അപ്പോഴേക്ക് നിർത്തി. എന്താ അറിയില്ല, ഒരു കോൺഫിഡൻസ് ഒക്കെ പോയി. അതെ അല്ലേ? പൊന്നൂസുട്ടി ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് കഴിക്കും, കയ്പ്പയ്ക്ക പച്ചക്ക് കഴിച്ചില്ല, അതൊക്കെ എന്ത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഓക്കെ 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 ഓക്കെ, മതി മതി, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി ശരി. അപ്പോൾ ഇനി വിൻ ചെയ്ത ആൾക്ക് എന്താണ്, ഒരു ഗിഫ്റ്റ് ഉണ്ട്, അച്ഛൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. ഓക്കെ, നമ്മുടെ പൊന്നൂസുട്ടി അപ്പോൾ വായ കഴുകാൻ പോവാണ്. ആൾക്ക് കയ്പ്പയ്ക്ക ജ്യൂസ് കുടിച്ചതിൻ്റെ എന്താ എന്താ എന്താണ് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കയ്പ്പാണ്. കുടിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഗിഫ്റ്റ്
കൊടുക്കുക അല്ലേ? അപ്പം അതിനായിട്ട് ഇതാ അച്ഛ അതാ അതാ അച്ഛ എടുത്തിട്ട് വരട്ടെ. എന്താണ് നമ്മുടെ കയ്പയ്ക്ക ജ്യൂസിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ? എന്തായിരിക്കും? സ്പെഷ്യൽ ആയിരിക്കും. ഗസ് ചെയ്യാൻ പറ്റുമോ? കഴിക്കാനുള്ളതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ എനിക്കറിയില്ല. നമ്മുടെ ജഡ്ജ് കൊണ്ടുവന്ന് തരും. ഫോണോ? അത് കുറച്ച് അധികം ആയില്ലേ? പൊന്നൂസേ? കുഞ്ഞു മിഠായി, ജീരക മിഠായി. കയ്പക്ക ജ്യൂസ് വിന്നർക്ക് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് പെപ്സി. വെരി ഗുഡ്. പൊന്നൂസിന് എന്തായാലും കയ്പക്ക ജ്യൂസിന് ഫസ്റ്റ് കിട്ടിയതിന് പെപ്സി. ആളത് കുടിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ? പെപ്സി കുടിക്കാൻ പോകണോ പൊന്നി? ഓക്കെ സൂപ്പർ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ചലഞ്ച് പിന്നെ നാരങ്ങയാണ്. ഒരു എക്സ്പ്രഷനും ഇല്ലാതെ 30 സെക്കൻഡുകളിൽ കഴിക്കുന്ന ആൾക്ക് അടുത്ത പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചാലഞ്ച്. അപ്പോൾ ശരി, ഓക്കെ, എന്നാ നാരങ്ങയുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡിയാണോ മനുമോന്? പൊന്നി റെഡിയാണോ? സെറ്റാണ്. ഓക്കെ, ഇതിൽ ആർക്കാ ഫസ്റ്റ് കിട്ടുക എന്ന് നോക്കാം അല്ലേ? അതാ അച്ഛ അവിടെ അതാ ടൈമർ ശരിയാക്കുന്നുണ്ട്, ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. 2 3. ഓക്കെ, ഹരിയേട്ടാ നോക്കിക്കോളൂ ആരാണ് എക്സ്പ്രഷൻ ഇല്ലാതെ. മോങ്കുട്ടൻ ഔട്ടായിട്ടുണ്ട്. ഹരിയേട്ടാ, മണിക്കുട്ടി, പൊന്നുട്ടി. കഴിഞ്ഞോ? രണ്ടുപേരും എക്സ്പ്രഷൻ ഇല്ലാതെ കഴിച്ചിട്ടുണ്ട്. ഇല്ലാതെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏതാ നോക്കി നോക്കൂ വരേട്ടാ. രണ്ടിന്റെയും ഇത് നോക്കി നോക്കൂ. നമ്മുടെ അതാ ടൈമർ അതാ ഇപ്പോഴാണ്. പൊന്നൂസിന്റെ ആണ് ഇത്, മനുവിന്റെ മനുവാണ് വിജയിച്ചത്. മനുവാണ് ഇത് മണിക്കുട്ടി, മനുവാണ് വിന്നർ. ഇത് പൊന്നുട്ടി. ഓക്കെ, പൊന്നുട്ടിയുടെ കുറച്ച് മനുവിന് തീരില്ല. നമ്മുടെ ഗിഫ്റ്റ് ഓക്കെ ആയിക്കോട്ടെ. ഈ സമയത്ത് നമ്മുടെ മോങ്കുട്ടനെ എന്താ പറയാനുള്ളത്? പിന്നെ ചെയ്യാൻ വിചാരിച്ചത്, പക്ഷെ കണ്ടപ്പോ നല്ല സിമ്പിൾ ആയിരിക്കുന്ന വിചാരിച്ച്. പക്ഷെ വാലിട്ടപ്പോഴേക്കും എനിക്ക് പുളി കയറിയിട്ട് ഞാൻ വേഗം പോയി തുപ്പി. പൊന്നൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിച്ചു. പക്ഷെ കുറച്ചുകൂടി ടൈം കിട്ടിയിരുന്നെങ്കിൽ. മണിക്കുട്ടിക്ക് ഈ സമയത്ത് മണിക്കുട്ടിക്ക് എന്താ പറയാനുള്ളത്? മണിക്കുട്ട എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എപ്പോഴും കഴിക്കുന്ന വെറുതെ കഴിക്കില്ല. അതുകൊണ്ടാണ് മണിക്കുട്ടിക്ക് വിൻ ചെയ്യാൻ പറ്റും. മണിക്കുട്ടിന് വിൻ ചെയ്യാൻ പറ്റില്ലേ? എക്സ്പ്രഷൻ ഇല്ലാതെ കഴിച്ചു. അത് ശരിയാണ്. അപ്പൊ മണിക്കുട്ടിക്ക് നമുക്ക് പ്രൈസ് കൊടുക്കട്ടെ. അടിപൊളി ഒരു പ്രൈസ്. എന്താണ് പ്രൈസ് കാര്യട്ടാ? കേക്ക്. ഓ ഓക്കെ ആയിക്കോട്ടെ. നല്ല മധുരമുള്ള കേക്ക്. ഫസ്റ്റ് പ്രൈസ് തേർഡ്. നെക്സ്റ്റ് വൺ മോങ്കുട്ടൻ വിൻ ചെയ്യുന്നതാണ് മോങ്കുട്ടൻ പറയണത്. എന്താവും നമുക്ക് നോക്കാം. എന്താ ഉറപ്പ് പറയാനും പറ്റില്ല, നല്ല ടേസ്റ്റ് അത്. എനിക്കുള്ളൊരു ഭാഗ്യം, എനിക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ. ഞാൻ മൂന്നാമത്തെ നോക്കൂ. അപ്പൊ
അടുത്ത ചാലഞ്ച് നമുക്ക് നോക്കിയാലോ. നമ്മുടെ അടുത്തത് നാടൻ പുളിയാണ്. നാടൻ പുളി ഒരു എക്സ്പ്രഷനും ഇല്ലാതെ 30 സെക്കൻഡിൽ കഴിക്കുന്നവർ ആരാച്ച അവര് വിന്നർ. കുരു മാത്രാക്കി കഴിക്കുന്നു. ഇതെങ്ങനെ നമ്മൾ വായിലിട്ട് കഴിക്കുക. ആ മുഖത്ത് ഒരു എക്സ്പ്രഷനും വരാൻ പാടില്ല. അല്ല, അത് മുഖത്ത് വരാൻ പാടില്ല എന്നുള്ളൂ. ഒരു നമുക്ക് തുപ്പി എന്തെങ്കിലും ചെയ്യാം, മുഖത്ത് എക്സ്പ്രഷൻ വരാൻ പാടില്ല. ഓക്കെ, സെറ്റാണോ? സെറ്റാണോ? അച്ഛ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ സെറ്റാണോ? ഓക്കെ, തുടങ്ങിയല്ലേ? അപ്പൊ ടൈമർ വെച്ച് വരേട്ടാ. 1 2 3 ഹരിയേട്ടാ നേരെ നോക്കിക്കോളൂ, നേരെ നോക്കിക്കോളൂ. മണിക്കുട്ടി ഔട്ടായി, മണിക്കുട്ടി ഔട്ടായി, ഔട്ടായി, ഔട്ടായി. പൊന്നൂസ് ഔട്ടായി, പൊന്നൂസ് ഔട്ടായി. മോങ്കുട്ടൻ, മോങ്കുട്ടൻ. അതെല്ലേ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നല്ല എളുപ്പമായി. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് പോയി എടുത്ത് തിന്നാറുള്ളത്. വെറുതെ അല്ല പുളിയുടെ പാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേഗം വേഗം കഴിയണത് അല്ലേ? കുരു മാത്രം മാറ്റിച്ചിട്ട് ഉണ്ടാക്കിട്ട് പഞ്ചസാരയിൽ മുക്കി കഴിക്കും. എന്ത് പഞ്ചസാരയിൽ ഇട്ടിട്ട് കഴിക്കും. അപ്പൊ നല്ല ടേസ്റ്റ്. ഞാനും കഴിക്കലുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ കുരുവൊക്കെ കടിച്ചപ്പോ അതിന് കഴിപ്പ് ഫുൾ. അധികം കഴിക്കാറില്ല. ഞാനാണെങ്കിൽ അധികം കഴിക്കാറില്ല. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ലാത്തത്. ശരി, മോനൂസും മാക്സിമം ശ്രമിച്ചിരിക്കണം. രണ്ടാളും ഏകദേശം ഒപ്പം തന്നെയാണ്. ലാസ്റ്റ് പൊന്നൂസിന് ചെറിയൊരു വ്യത്യാസത്തിൽ പോയതാണ്. അതെല്ലേ. അല്ല അപ്പൊ പിന്നെ എന്തായാലും ഒരു മുഖത്ത് ഒരുവിധ എക്സ്പ്രഷൻ ഉണ്ടാകുന്നില്ല. പൊന്നൂനും ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ മൂനൂസ്. ഓ, എന്താണ് എന്താണ്? വാവ്, പൊളി പൊളി പൊളി. ഓക്കെ ഓക്കെ. സന്തോഷായോ മോങ്കുട്ടാ? സന്തോഷായോ? എന്ത് പറ്റി? അല്ലല്ലല്ല, അല്ല പൊന്നൂസ് തുപ്പിയിട്ടുണ്ടായിരുന്നു. പൊന്നൂസ് അതിങ്ങനെ തുപ്പി പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഔട്ടായിട്ടുണ്ട്. ഇത്ര എല്ലാം കഴിച്ചപ്പോ മാനസികം കുറച്ച് ഞാൻ സ്മെല്ല് ചെയ്തിട്ട് ഇതാക്കിക്കോളാം. ആ ഓക്കെ 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 ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ ചാലഞ്ച് ഫസ്റ്റ് കയപ്പയ്ക്ക ജ്യൂസ്, അതിൽ വിൻ ചെയ്തിരിക്കുന്നത് പൊന്നൂസ്. ഏറ്റവും കടുപ്പുള്ള കടുകട്ടി സംഭവമാണ് ഗൈസ് ഞാൻ ചെയ്തത്. സിമ്പിൾ, നമ്മൾ വിട്ടുകൊടുത്തോന്നുള്ളൂ. ഓ ശരി. അടുത്തത് പിന്നെ എന്തായിരുന്നു നമ്മുടെ നെക്സ്റ്റ്? ഓ, നാരങ്ങ ചാലഞ്ച്. അതിൽ വിൻ ചെയ്തിരിക്കുന്നത് മണിക്കുട്ടൻ. ഓക്കെ ഓക്കെ, അപ്പൊ അതിൽ വിൻ ചെയ്തു. പിന്നെ ലാസ്റ്റ് പുളിയായിരുന്നു അല്ലേ? പുളി ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചാലഞ്ച് കഴിഞ്ഞു. ഹരിയേട്ടൻ റെഡിയാണോ? ശ്രമിക്കാം. ഓക്കെ 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 ഓക്കെ, ആയിക്കോട്ടെ. വലിയവർക്ക് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ശ്രമിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരാത്ത രീതിയിൽ കുടിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. നോക്കാം. എക്സ്പ്രഷൻ എങ്ങാനും ചോദിക്കണോ അത് സമ്മതിക്കാതെ എന്നിട്ടല്ലേ. അപ്പൊ നോക്കട്ടെ, ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം.
പരമാവധി ശ്രമിക്കാം. ഓക്കെ അല്ലേ? തോറ്റ വാങ്ങിത്തരാം. കാണാൻ നിങ്ങൾ ഓക്കെ അല്ലേ? തോറ്റ എന്തേലും വാങ്ങിത്തരാം. ഓക്കേ, പക്ഷെ തോറ്റ് കഴിഞ്ഞു. ഓക്കെ. കുടി കേട്ടോ. മൊത്തം തീർത്തു. സോ, നമുക്ക് പോയി കഴിച്ചില്ല. വാവ്. മൊത്തം തീർത്തു. കേട്ടില്ല. അതുണ്ടോ? പെട്ടു അറിയട്ടോ, പെട്ടു പണി കിട്ടി. അത് ചിലപ്പോ ഓക്കെ എന്നാ ആയിക്കോട്ടെ നാരങ്ങ കൊടുത്തോളൂ. മുഖത്തൊരു എക്സ്പ്രഷൻ വന്നിട്ടില്ല. ഇല്ല, കായ്പക്ക സെറ്റ്. അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഇതും ഞാൻ നോക്കാം. പരമാവധി ശ്രമിക്കാം. എങ്ങനെ അച്ഛ ജയിച്ചാൽ ചപ്പാത്തി ഷവർമ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ജയിച്ചാൽ അച്ഛ തോറ്റാൽ ട്രീറ്റ്. അരിയുടെ സെറ്റാണോ? ഞാൻ ജയിച്ച എനിക്ക് ചപ്പാത്തി ഷവർമ അവര് തരും. ഞാൻ തോറ്റ അവർക്ക് എന്താ വേണം പറഞ്ഞ ഒരു സ്പെഷ്യൽ ട്രീറ്റ്. അത് നോക്കാം ആലോചിക്കാം. ഓക്കെ ആയിക്കോട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. അച്ഛക്ക് പറ്റില്ല. എക്സ്പ്രഷൻ എക്സ്പ്രഷൻ വന്നിട്ടില്ല. ആ ഒരു ശരി തന്നെയാണ്. എക്സ്പ്രഷൻ വന്നിട്ടില്ല. ആ ഒരു പുള്ളിയുടെ എക്സ്പ്രഷൻ ഒന്നും വന്നിട്ടില്ല. ഹരിയണ്ണ ആ തോലടക്കം കഴിക്കുന്നപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പെട്ടു തോലടക്കം കഴിക്കുന്നത് തോന്നണേ. ഓക്കെ കഴിച്ചു. അപ്പൊ എന്തായാലും ഹരിയേട്ടൻ ജയിച്ചു. 3 പേര് അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തപ്പോ ഇവിടെ സംഭവിച്ചത്? അതായത് നാരങ്ങ പിന്നെ അത് അതിന്റെ നീര് മാത്രമല്ല, ഞങ്ങൾ നാരങ്ങ മൊത്തം കടിച്ച് ഇറക്കി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒരു മുഖത്ത് ഒരുവിധ എക്സ്പ്രഷനും വന്നിട്ടില്ല. ഓക്കെ ശരി തന്നെയാണ്. ശരി, അതെ വന്നിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഹരിയേട്ടന് അത് കയ്പക്ക ജ്യൂസിലും നാരങ്ങയിലും വിൻ ചെയ്യുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ചാലഞ്ച് ഇവിടെ നിർത്തുകയല്ലേ? സെറ്റല്ലേ? എല്ലാവർക്കും അടുത്ത ഓക്കെ ബൈ.